നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുമളിയിൽ നടക്കുന്ന AIYF സംസ്ഥാന ശില്പശാലയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലും ഉണ്ടായ ഏകാധിപത്യ നീക്കങ്ങൾ ജനങ്ങളിൽ ഇടതുവിരുദ്ധ വികാരം വളർത്തിയെന്നും റിപ്പോർട്ട്. മൂന്നാറിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഒരു മരണം. മരിച്ചത് ജീപ്പ് ഡ്രൈവർ മുനിയാണ്ടി. 6 പേർക്ക് പരിക്കേറ്റതിൽ ഒരാളുടെ നില ഗുരുതരം. ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന ബാങ്കുകൾക്കെതിരെ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി. സമരത്തിന്റെ ആദ്യഘട്ടമായി ജില്ലയിലെ ലീഡ് ബാങ്കായ SBIയുടെ തൊടുപുഴ ശാഖയ്ക്ക് മുന്നിൽ ജൂലൈ 6-ന് ധർണ സംഘടിപ്പിക്കുമെന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. താലൂക്ക് സപ്ലൈ ഓഫീസ് അധികൃതരുടെ കെടുകാര്യസ്ഥതയിൽ റേഷനടക്കം മുടങ്ങുകയും 5000 രൂപയിലധികം പിഴയും ലഭിച്ചതോടെ പ്രതിസന്ധിയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബം. നിലവിൽ റേഷൻ പോലും വാങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് മുരിക്കാശ്ശേരി പടമുഖം സ്വദേശിയായ കളരിക്കൽ കുഞ്ഞുമോൻ. വിശദമായ വാർത്തകൾ. കുമളിയിൽ നടക്കുന്ന AIYF സംസ്ഥാന ശില്പശാലയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം. തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടാണ് വിമർശനം. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലുമുണ്ടായ ഏകാധിപത്യ നീക്കങ്ങൾ ജനങ്ങളിൽ ഇടതുവിരുദ്ധ വികാരം വളർത്തിയെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. 29-30 തീയതികളിലായാണ് AIYF സംസ്ഥാന ശില്പശാല കുമളിയിൽ നടക്കുന്നത്. 14 ജില്ലകളിൽ നിന്നുമായി 160 പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ശില്പശാലയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുള്ളത്. തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടാണ് വിമർശനം. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലുമുണ്ടായ ഏകാധിപത്യ നീക്കങ്ങൾ ജനങ്ങളിൽ ഇടതുവിരുദ്ധ വികാരം വളർത്തി. പൗരാവകാശങ്ങൾക്കുമേൽ സ്വേച്ഛാധിപത്യം സ്ഥാപിക്കാനായി പോലീസ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്തു. പാർട്ടി പ്രവർത്തകരുടെ നിയമം കയ്യിലെടുക്കലിനെ രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞതും തിരിച്ചടിയായി. ഇത്തരത്തിലായിരുന്നു വിമർശനം. AIYF ദേശീയ പ്രസിഡന്റ് സുഖ്ജിന്ദർ മഹേശ്വരി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. अगर हमारे देश में सबसे बड़ी यूनिवर्सिटी है तो सबसे बड़ी बेरोजगारों की संख्या वो भी हमारे देश में है. आज से 10 साल पहले जब बीजेपी ने सत्ता में आना था तो युवाओं से वादा किया गया था कि अगर बीजेपी ने सत्ता में आएगी तो प्रति वर्ष हर साल युवाओं को 2 करोड़ रोजगार देंगे. बीजेपी का 10 साल शासन रहा है, युवाओं को 20 करोड़ रोजगार नहीं मिला. इसके बजाय जो नीतियां बीजेपी ने पार्लियामेंट के थ्रू हमारे देश में लाई, लाखों रोजगार चले गए. हमारे देश के चाहे एयरपोर्ट हो, हमारे देश की चाहे सड़कें हो, हमारे देश के चाहे जंगल हो, हमारे देश का चाहे पब्लिक सेक्टर हो, वो कॉर्पोरेट हाउसेस के हवाले किया जा रहा है. ആനുകാലിക ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ ശില്പശാല ചർച്ച ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ്, ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ, കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ES ബിജിമോൾ, AISF സംസ്ഥാന സെക്രട്ടറി P. കബീർ, സംഘാടക സമിതി ചെയർമാൻ ജോസ് ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കല, സാഹിത്യ സംസ്കാരം, യുവത്വം എന്ന വിഷയത്തിൽ കുരീപ്പുഴ ശ്രീകുമാർ പ്രഭാഷണം നടത്തി. 30-ാം തീയതി രാവിലെ 9-ന് റവന്യൂ മന്ത്രി K. രാജൻ പ്രതിനിധികളുമായി മുഖാമുഖം നടത്തും. തുടർന്ന് 10-ന് പരിസ്ഥിതിയും വികസനവും മാർക്സിയൻ കാഴ്ചപ്പാടുകളും എന്ന വിഷയത്തിൽ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദും 11-ന് ഫാസിസ്റ്റ് കാലത്തെ ജനാധിപത്യ ഇന്ത്യയും അരാഷ്ട്രീയവൽക്കരണവും പോരാട്ടവും പ്രതിരോധവും എന്ന വിഷയത്തിൽ സുനിൽ P. ഇളയിടവും ക്ലാസുകൾ നയിക്കും. മൂന്നാറിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഒരു മരണം. ജീപ്പ് ഡ്രൈവർ മുനിയാണ്ടിയാണ് മരിച്ചത്. 6 പേർക്ക് പരിക്കേറ്റതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. വാഹനം ഓടിക്കുന്നതിനിടെ ഡ്രൈവർക്ക് ശാരീരിക അസ്വസ്ഥ്യം ഉണ്ടാവുകയും ജീപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയുമായിരുന്നു. മൂന്നാറിൽ നിന്നും ഗുണ്ടുമല ഭാഗത്തേക്ക് ആളുകളുമായി പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വാഹനം ഓടിക്കുന്നതിനിടെ പെരിയവരയ്ക്കു സമീപം വെച്ച മുനിയാണ്ടിക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായതോടെ ജീപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. ഡ്രൈവർക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടതായി ജീപ്പിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞു. சோத்துப்பாறை போய்கிட்டு இருக்கும்போது டிரைவர் பட்டுன்னு நெஞ்சு வலி வந்து வண்டியை ராங் ரூட்ல கீழே வச்சு ஒன்றுமே சொல்லலை. நல்லா தான் வண்டி விட்டு போய்கிட்டு இருந்தது. பட்டுன்னு வண்டி கீழே சரிஞ்சிருச்சு. எதிர்பாராம தான் சரிஞ்சிருச்சு.
നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം പാതയോരത്തെ കൊക്കയിലേക്ക് പതിച്ചു. വാഹനത്തിൽ 6 പേർ ഉണ്ടായിരുന്നതായാണ് വിവരം. അപകടം നടന്ന ഉടൻ പരിക്കേറ്റവരെ മൂന്നാറിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുനിയാണ്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരാൾക്ക് കൂടി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന ബാങ്കുകൾക്കെതിരെ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി. സമരത്തിന്റെ ആദ്യഘട്ടമായി ജില്ലയിലെ ലീഡ് ബാങ്കായ SBIയുടെ തൊടുപുഴ ശാഖയ്ക്ക് മുന്നിൽ ജൂലൈ 6-ന് ധർണ സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാങ്കുകൾ വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വായ്പ നിഷേധിക്കുന്നതിനോടൊപ്പം വിദ്യാഭ്യാസ വായ്പയ്ക്കായി ബാങ്കിലെത്തുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അപമാനിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് പ്രതിഷേധകരമാണ്. മുൻകാലങ്ങളിൽ പരമാവധി വിദ്യാർത്ഥികൾക്ക് വായ്പ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിച്ചിരുന്നെങ്കിലും നിലവിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്നതിൽ ബാങ്കുകൾ മത്സരിക്കുകയാണ്. ബാങ്കുകൾ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്നത് തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. തന്നിഷ്ടപ്രകാരം ഉണ്ടാക്കിയ ഉപാധികൾ ചൂണ്ടിക്കാട്ടി വായ്പ നിഷേധിക്കുന്നത് മൂലം പാതി വഴിയിൽ വിദ്യാർത്ഥികൾക്ക് പഠനം അവസാനിപ്പിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നതായും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. വായ്പ നിഷേധിക്കുന്നതോടൊപ്പം തന്നെ വായ്പയ്ക്കായി കടന്നുവരുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അപമാനിക്കുന്ന തരത്തിലേക്ക് ബാങ്കിലെ ഉദ്യോഗസ്ഥരടക്കം മാറിയിരിക്കുകയാണ്. ഇവിടെ മുൻകാലങ്ങളിൽ UPA ഭരണകാലത്തൊക്കെ പരമാവധി വിദ്യാഭ്യാസ വായ്പ ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിച്ചിരുന്നെങ്കിലും എന്നാൽ ഇന്ന് എങ്ങനെ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കാം എന്നുള്ളതിനകത്ത് ബാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ഇതിന് കാരണമെന്ന് പറയുന്നത് തന്നിഷ്ടപ്രകാരം ഉണ്ടാക്കിയ ഉപാധികളാണ് ഓരോ ബാങ്കും മുമ്പിലോട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഉപാധികൾ നിമിത്തം പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചു പോകേണ്ട ഒരുപറ്റം വിദ്യാർത്ഥികൾ ഇന്ന് നിലനിൽക്കുകയാണ്. വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുവാനുള്ള ബാങ്കുകളുടെ നീക്കം അവസാനിപ്പിക്കുക, നിബന്ധനകളിൽ ഇളവ് വരുത്തി പരമാവധി വിദ്യാർത്ഥികൾക്ക് വായ്പ ലഭ്യമാക്കുക, വിദ്യാഭ്യാസ വായ്പ നൽകുന്നതിന് എല്ലാ ബാങ്കുകൾക്കും ഒരേ നിയമം നടപ്പിലാക്കുക, ബാങ്കിലെത്തുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അപമാനിക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സമരത്തിനൊരുങ്ങുന്നത്. സമരത്തിന്റെ ആദ്യഘട്ടമായി ജില്ലയിലെ ലീഡ് ബാങ്കായ SBIയുടെ തൊടുപുഴ ശാഖയ്ക്ക് മുന്നിൽ ജൂലൈ 6-ാം തീയതി ധർണ സംഘടിപ്പിക്കും. തുടർന്ന് ലോൺ നിഷേധിക്കുന്ന മറ്റു ബാങ്കുകളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ, സംസ്ഥാന സെക്രട്ടറിമാരായ ജോബിൻ മാത്യു, ജോമോൻ PJ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാരി ബിനു ശങ്കർ, ഇടുക്കി അസംബ്ലി പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരിൽ, മണ്ഡലം പ്രസിഡന്റുമാരായ അലൻ സി മനോജ്, ടിനു ദേവസ്യ എന്നിവർ പങ്കെടുത്തു. താലൂക്ക് സപ്ലൈ ഓഫീസ് അധികൃതരുടെ കെടുകാര്യസ്ഥതയിൽ റേഷൻ അടക്കം മുടങ്ങുകയും 5000 രൂപയിലധികം പിഴയും ലഭിച്ചതോടെ പ്രതിസന്ധിയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബം. മുരിക്കാശ്ശേരി പടമുഖം സ്വദേശിയായ കളരിക്കൽ കുഞ്ഞുമോനാണ് നിലവിൽ റേഷൻ പോലും വാങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത്. SC വിഭാഗത്തിൽപ്പെട്ട മുരിക്കാശ്ശേരി പടമുഖം സ്വദേശിയായ കുഞ്ഞുമോൻ കൂലിപ്പണി ചെയ്താണ് ഉപജീവനം നടത്തുന്നത്. കുഞ്ഞുമോന്റെ മകൻ കഴിഞ്ഞ ജനുവരിയിൽ 4 ചക്ര വാഹനം വാങ്ങിയിരുന്നു. ഇതോടെ നിയമപ്രകാരം AAY റേഷൻ കാർഡ് APL ആക്കാൻ താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഫെബ്രുവരിയിൽ അപേക്ഷ നൽകി. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഇതിനുശേഷം തുടർന്നുള്ള മാസങ്ങളിൽ ഇദ്ദേഹം വീട്ടിലേക്കുള്ള റേഷൻ സാധനങ്ങൾ വാങ്ങുകയും ചെയ്തു. തുടർന്ന് കഴിഞ്ഞ ദിവസം റേഷൻ കടയിൽ സാധനം വാങ്ങാൻ എത്തിയപ്പോൾ 5448 രൂപ അടയ്ക്കണമെന്ന നിർദ്ദേശമാണ് ലഭിച്ചത്. കൂടാതെ റേഷൻ സാധനങ്ങൾ തുടർന്ന് വാങ്ങാൻ കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട്. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കുടുംബം. താലൂക്ക് സപ്ലൈ ഓഫീസ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ കെടുകാര്യസ്ഥത മൂലമാണ് തനിക്ക് ഈ സാഹചര്യം ഉണ്ടായതെന്ന് കുഞ്ഞുമോൻ പറയുന്നു. ഞാൻ SC വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. കൂലിപ്പണിയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. റേഷൻ വാങ്ങിച്ചാണ് ഞങ്ങൾ ഭോജനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ APL കാർഡായിരുന്നു. അപ്പോൾ പയ്യൻ ഇടയ്ക്കൊരു 4-5 മാസം അവനൊരു പ്രൈവറ്റിൽ ജോലി കിട്ടിയപ്പം അവൻ ഒരു സെക്കൻഡ് മാരുതി വണ്ടി വാങ്ങിച്ചു. അപ്പോൾ ജനുവരി 22-നാണ് വണ്ടി വാങ്ങിക്കുന്നത്. അത് ഫെബ്രുവരി 16-ാം തീയതി നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചു എന്ന് കാണിച്ചുകൊണ്ട് അക്ഷയയിൽ അപേക്ഷ വെച്ചിരുന്നു. കാർഡ് സ്റ്റാറ്റസ് മാറ്റി തരണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് നാളിതുവരെയായിട്ടും പുള്ളി അത് സപ്ലൈ ഓഫീസർ മാറ്റി തന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വിളിച്ചു അവിടെ ചെന്നപ്പോൾ അവർ 5447 രൂപ 5447 രൂപ ഫൈൻ അടയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കാർഡ് മാറ്റി തരുന്നതിന് കിട്ടണം. അതാണ് ഫൈനടയ്ക്കാൻ പറയുന്നത്. അവർ ഈ വണ്ടി വാങ്ങിച്ച ശേഷം വാങ്ങിച്ച റേഷൻ സാധനങ്ങൾക്കാണ്
ഫൈൻ പറയുന്നവർ. അപേക്ഷ കൊടുത്തത് ഫെബ്രുവരി 16-ാം തീയതി അപേക്ഷ കൊടുത്താണ്. ഫെബ്രുവരി തൊട്ടുള്ള അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള രാഷ്ട്രീയ പൈസയാണ് അവർ അടയ്ക്കണം പറയുന്നത്. കൂലിപ്പണി ചെയ്ത് ഉപജീവനം നയിക്കുന്ന താൻ വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ ഇപ്പോൾ വൻ തുക മുടക്കേണ്ട സാഹചര്യമാണെന്നും കുഞ്ഞുമോൻ പറയുന്നു. റേഷൻ കാർഡ് മാറാൻ അപേക്ഷ നൽകിയിട്ടും അധികൃതരുടെ കെടുകാര്യസ്ഥത മൂലം തനിക്കുണ്ടായ പിഴത്തുക തിരിച്ചടയ്ക്കാൻ സാധിക്കുകയില്ലെന്നും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് അനുകൂല നടപടി ഉണ്ടാകണമെന്നുമാണ് കുഞ്ഞുമോന്റെ ആവശ്യം. കട്ടപ്പന പള്ളിക്കവലയിൽ നിത്യാരാധന ചാപ്പലിൽ മോഷണം. ജനൽച്ചില്ല് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് പണം അപഹരിച്ചു. ഇടുക്കിയിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വെളുപ്പിനെയാണ് മോഷണം നടന്നത്. കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിന്റെ നിത്യാരാധന ചാപ്പലിലാണ് മോഷണം നടന്നത്. ജനൽച്ചില്ല് തകർത്ത് അകത്ത് ചാപ്പലിനുള്ളിൽ കിടന്ന മോഷ്ടാവ് നേർച്ചപ്പെട്ടി തകർത്ത് പണം അപഹരിച്ചു. ചാപ്പലിനുള്ളിലെ CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞെങ്കിലും ഇത് വ്യക്തമല്ല. കോട്ടും കണ്ണാടിയും ധരിച്ച മോഷ്ടാവ് കുട ഉപയോഗിച്ച് മുഖം മറച്ചിട്ടുണ്ട്. ദേവാലയ അധികൃതരുടെ പരാതിയെ തുടർന്ന് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയ ശേഷം അന്വേഷണം ആരംഭിച്ചു. സമീപത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് സംഘം പരിശോധിച്ചു വരികയാണ്. ശക്തമായ മഴയിൽ 6ന്റെ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് കുടുംബം കാഞ്ചിയാർ വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കാഞ്ചിയാർ കക്കാട്ടുകട മാണിക്യത്തിനാൽ ജോമോനും കുടുംബവുമാണ് വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം നടത്തിവരുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് കാഞ്ചിയാർ കക്കാട്ടുകടയിൽ താമസിക്കുന്ന ജോമോന്റെ വീടിന് സമീപത്തെ ആറ്റിൽ വെള്ളം ഉയർന്നത്. ശക്തമായ വെള്ളപ്പാച്ചിലിൽ വീടിന് സമീപത്തെ 6ന്റെ സംരക്ഷണ ഭിത്തി ഇടിയുകയും ചെയ്തു. ഇതോടെ ഇതുവഴിയുള്ള സഞ്ചാരം തടസ്സപ്പെട്ടു. പിന്നീട് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പിന്നീട് മഴ ശക്തമാകുകയും വെള്ളപ്പാച്ചിലിൽ ബാക്കിയുള്ള ഭാഗം കൂടി ഇടിഞ്ഞു പോകുകയും ചെയ്തു. ഇതോടെയാണ് ജോമോന്റെ വീട് അപകട ഭീഷണിയിലായത്. വീണ്ടും ഒരു മണ്ണിടിച്ചിൽ കൂടി ഉണ്ടായാൽ വീട് പൂർണ്ണമായും തകരുന്ന സ്ഥിതിയുണ്ട്. വിഷയത്തിൽ മറ്റ് നടപടികളൊന്നും അടിയന്തരമായി ഉണ്ടാകാതെ വന്നതോടെയാണ് തങ്ങൾ പ്രതിഷേധത്തിന് തയ്യാറായതെന്ന് ജോമോൻ പറയുന്നു. ഞങ്ങളുടെ വീടിൻ്റെ സൈഡ് മുഴുവൻ ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് പോവുകയും ഞങ്ങളുടെ വീട് അപകടാവസ്ഥയിൽ നിൽക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് ഇതുവരെ ആൾക്കാരും വന്ന് അന്വേഷിക്കുകയോ ഇവർക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് സംരക്ഷണം വേണം. അടുത്തൊരു മലയാളം വന്നു കഴിഞ്ഞാൽ വീട്ടിടിഞ്ഞ് വെള്ളത്തിൽ പോകുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഒരു പ്രതിഷേധമായിട്ട് വന്നിരിക്കുന്നത്. മറുപടി ഇപ്പം വെള്ളമാണ്, വേറെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. മാറി നമുക്കിപ്പോൾ എങ്ങോട്ടും പോകാനുള്ള അവസരമില്ല. മാറിപ്പോയിട്ട് തിരിച്ചു നമുക്ക് ഈ വീടില്ലാതെ വന്നു തന്നെ. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിലാണ് ഇവരുടെ വീട്. വീടിന് സമീപത്ത് കൂടി കടന്നുപോകുന്ന തോടിനു കുറുകെ പാലം നിർമ്മാണം നടന്നുവരികയാണ്. ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ വേളയിലാണ് 6 ഗതി മാറി ഒഴുകി തങ്ങളുടെ വീടിന് അപകട ഭീഷണി ഉണ്ടായതെന്നും കുടുംബം പറയുന്നു. എനിക്ക് ഒരു അവസ്ഥയിലും അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്താതെ ഞങ്ങൾ ഇവിടുന്ന് മാറിയില്ല. പഞ്ചായത്തിലും വില്ലേജിലും പിന്നെ പഞ്ചായത്ത് മെമ്പർമാരോടും റോഷിയാസത്തിനോടും എല്ലാം ഞങ്ങൾ സൂചിപ്പിക്കുകയും ഇതിന് വന്ന് ഓട്ടോ എടുക്കുകയും പോവുകയും ഇന്ന് കെട്ടിത്തരാം, അല്ലെ പണ്ടില്ല, അല്ലെങ്കിൽ പണ്ടാകും ഉടനെ തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കോളിപ്പിച്ച് ഇത്രയാക്കി. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങൾക്ക് വീട്ടിലോട്ട് കയറത്തില്ല. ഞങ്ങളുടെ വീട് മുഴുവൻ പോയി. ഞങ്ങൾക്കുണ്ടായിരുന്ന മുഴുവൻ സമ്പത്തും പോയി. ഞങ്ങളെ വെള്ളം എടുക്കുവാണ്. ഞങ്ങൾ ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യണം? വീട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ വീണ്ടും സ്ഥലത്തെത്തി സന്ദർശനം നടത്തി. ആദ്യഘട്ടത്തിൽ മണ്ണിടിഞ്ഞ ഭാഗത്ത് കല്ലും മണ്ണും ഇട്ട് താൽക്കാലികമായി വീണ്ടും മണ്ണിടിയാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് വില്ലേജ് അധികൃതർ അറിയിച്ചു. എന്നാൽ ശാശ്വതമായ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറില്ലെന്ന നിലപാടിലാണ് കുടുംബം. വീടിന് സമീപമുള്ള മൺതിട്ട ഇടിഞ്ഞതോടെ വീട് അപകടാവസ്ഥയിലായതിന്റെ ആശങ്കയിലാണ് കല്ലാർകുട്ടി നിവാസിയായ വയോധികൻ. 73 വയസ്സുള്ള വിജയനും കുടുംബവുമാണ് ഈ മഴക്കാലത്ത് വീടിടിഞ്ഞ് നിലംപതിക്കുമോ എന്ന ആശങ്കയിൽ കഴിയുന്നത്. ഇതോടെ കുടുംബം അയൽ വീട്ടിലാണിപ്പോൾ അന്തിയുറങ്ങുന്നത്. വെള്ളത്തൂവൽ പഞ്ചായത്തിലെ 17ാം വാർഡിൽ താമസിക്കുന്ന വട്ടപ്പറമ്പിൽ വിജയന്റെ വീടാണ് മണ്ണിടിച്ചിൽ ഭീഷണി മൂലം അപകടാവസ്ഥയിലുള്ളത്. 1000 ഏക്കർ കൈത്തറിപ്പടി റോഡരികിലാണ് വിജയന്റെ വീടുള്ളത്. വീടിനോട് ചേർന്നുള്ള മൺതിട്ട ഇടിഞ്ഞ് താഴേക്ക് പതിച്ചു. ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടായാൽ വീടിന് ഭീഷണിയാകും. ഇടിഞ്ഞ ഭാഗത്ത് വലിയ പ്ലാസ്റ്റിക് പടുത വിരിച്ച മഴവെള്ളം ഇറങ്ങാതെ ക്രമീകരണമൊരുക്കി. റോഡ് നിർമ്മാണം നടത്തിയതോടെയാണ് തന്റെ വീടിന് സമീപം ഇത്ര വലിയ തിട്ട രൂപം കൊണ്ടതെന്നും വീടിന് സുരക്ഷയൊരുക്കാൻ അധികൃതരുടെ കനിവുണ്ടാകണമെന്നും വിജയൻ പറയുന്നു. അടിമാലി കൈത്തറി റോഡാണ് ഈ വരുന്നത്. അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ തിട്ട് ചേർത്തെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ രാത്രി ആ മഴ
മഴയിൽ ഇങ്ങനെ ഇടിഞ്ഞതാണ്. അത് അല്ലെങ്കിൽ അങ്ങനെ ഇടിയില്ലായിരുന്നു. അത് വേണ്ടപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിച്ച് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്ത്. കാരണം ഞാൻ അയൽക്കാരുടെ വീട്ടിലായിട്ട് കിടക്കുന്നത്. എനിക്ക് ഒരു 73 വയസ്സുമുണ്ട്. ഇനി എനിക്കൊരു വീട് സ്വന്തമായിട്ട് പണിയുന്നതിന് ബുദ്ധിമുട്ടുമുണ്ട്. അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടതോടെ വിജയനും കുടുംബവും അയൽവീട്ടിലാണിപ്പോൾ അന്തിയുറങ്ങുന്നത്. മഴ കനക്കുന്നത് ഈ 5 അംഗ കുടുംബത്തിന് ആശങ്കയാണ്. വീടിനോട് ചേർന്നുള്ള മൺതിട്ടയ്ക്ക് ഇപ്പോൾ വലിയ ഉറപ്പൊന്നുമില്ല. സംരക്ഷണ ഭിത്തി തീർത്ത ഈ ഭാഗത്തെ ഇടിച്ചിൽ ഭീഷണി ഒഴിവാക്കി വീടിന് സുരക്ഷയൊരുക്കണമെന്നാണ് വിജയന്റെയും കുടുംബത്തിന്റെയും ആവശ്യം. കട്ടപ്പന നഗരസഭാ കൗൺസിൽ യോഗം നടന്നു. കൗൺസിലിൽ പുളിയൻമലയിൽ സംഭരിച്ചിരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ നഗരസഭ സമയബന്ധിതമായി നീക്കം ചെയ്യുന്നതിനായി ടെൻഡർ ക്ഷണിച്ചതിൽ എക്കോബീൻ എൻവിറോ സൊല്യൂഷൻസ് എന്ന സ്ഥാപനം സമർപ്പിച്ച ടെൻഡർ അംഗീകരിക്കുന്നതിന് തീരുമാനിച്ചു. 16 അജണ്ടകളാണ് കൗൺസിലിൽ ചർച്ച ചെയ്തത്. കട്ടപ്പന നഗരസഭയ്ക്ക് വേണ്ടിയുള്ള കുടിവെള്ള പദ്ധതിക്ക് കിഫ്ബി സഹായത്തോടുകൂടി കല്ലുകുന്നിൽ 12.5 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങുന്നതിന് പ്രൊജക്ട് സർക്കാരിന് സമർപ്പിക്കുവാനും കട്ടപ്പനയിലെ ഇറച്ചിക്കടയുമായി ബന്ധപ്പെട്ട് പരാതിക്കാരന് നഗരസഭ അയച്ച കത്ത് ലഭിച്ചത് ഹാജരാകേണ്ട തീയതിക്ക് ശേഷമാണെന്നുള്ള പരാതിക്കാരന്റെ വാക്കുകൾ പരിഗണിച്ച് അദ്ദേഹത്തെ വിശദമായി കേൾക്കാനും തീരുമാനിച്ചതായി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി പറഞ്ഞു. കണ്ടന്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്യുമ്പോൾ അദ്ദേഹം അതിനകത്ത് ഫേസ്ബുക്ക് പേജ് നിങ്ങൾ വായിച്ചിട്ടുള്ള ആളുകൾക്ക് ഫേസ്ബുക്ക് പേജ് നോക്കി അറിയാം അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളോട് പ്രതികരിക്കുന്ന സ്വഭാവം എനിക്കില്ല. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളോട് പരിഹരിക്കുന്ന ആളല്ല ഞാൻ പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ കാര്യമാണ്. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗം കേട്ടില്ല എന്ന് അദ്ദേഹം അറിയിച്ചാൽ അദ്ദേഹത്തെ കേൾക്കുന്നതിന് ഈ മുനിസിപ്പാലിറ്റിക്ക് യാതൊരു വൈമനസ്യവും ഇല്ല. അതുകൊണ്ടാണ് ഇന്നത്തെ കൗൺസിലിൽ വീണ്ടും അജണ്ട വെച്ചു. അദ്ദേഹം ഹൈക്കോടതിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ അജണ്ട വെച്ചു. കണ്ടന്റ് ഓഫ് കോർട്ടുമായി അദ്ദേഹം ഹൈക്കോടതിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അജണ്ട വയ്ക്കുകയും ആ അജണ്ടയിൽ അദ്ദേഹത്തെ കേൾക്കുന്നതിന് സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് തന്നെ ചേർന്ന് അക്കാര്യത്തിൽ അദ്ദേഹത്തെ കേൾക്കുന്നതിനുള്ള ഡേറ്റ് നിയമാനുസൃത സമയം നൽകി തന്നെ ആ ഡേറ്റ് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റിയുടെ താല്പര്യം മാത്രം. നഗരസഭയ്ക്ക് വ്യക്തി താൽപര്യങ്ങളില്ലെന്നും ഇറച്ചിക്കട നവീകരിക്കാൻ മുൻപേ തീരുമാനിച്ചതാണെന്നും വൈസ് ചെയർമാൻ പറഞ്ഞു. എന്നാൽ കുടിവെള്ള പദ്ധതിക്കായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സ്ഥലം വാങ്ങുമെന്ന അജണ്ടയിൽ പറയുന്ന കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷ കൗൺസിലർ ഷാജി കൂത്തോടി ആരോപിച്ചു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അജണ്ടയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ പച്ചക്കള്ളങ്ങളും വാസ്തവ വിരുദ്ധവും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടപ്പന നഗരസഭ കൗൺസിൽ കൂടി തീരുമാനമെടുത്തത് കട്ടപ്പന നഗരസഭയിൽ കുടിവെള്ള പദ്ധതിക്കായി സ്ഥലം വിട്ട് നഗരസഭയ്ക്കാവില്ല, നഗരസഭയ്ക്ക് സ്ഥലമില്ലെന്ന് മാത്രമാണ്. അന്ന് തന്നെ ആ നഗരസഭാ കൗൺസിൽ ആ തീരുമാനമെടുത്ത അന്ന് തന്നെ കട്ടപ്പനയിലെ പൊതുപ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, കട്ടപ്പനയിലെ സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ, HMDA, കട്ടപ്പന മർച്ചൻ്റ് അസോസിയേഷൻ, മുഴുവൻ സ്ഥാപനങ്ങൾ, എല്ലാ സംഘടനകളെ ഭാരവാഹികളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പ്രസ് ക്ലബ്ബ് ഉൾപ്പെടെ എല്ലാ ഭാരവാഹികളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് നമ്മൾ കട്ടപ്പന TV മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അവിടെ യോഗം ചേരുകയും അതിൻ്റെ ഭാരവാഹികളായി വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും സാമൂഹ്യ സംഘടനകളുടെ എല്ലാ നേതാക്കന്മാരെ വെച്ചുകൊണ്ട് ജനകീയ സമിതി കൂടി. ജനകീയ സമിതിയാണ് കല്ലുകുന്ന് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ കിഫ്ബി ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാം, വാല്യുവേഷൻ്റെ പൈസ മാത്രമേ കിട്ടുള്ളൂ. അവിടെ 1.25 ലക്ഷം രൂപ അടുത്താണ് ആ ഭൂമിയുടെ വില. അതിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് 47,000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പം എന്നിട്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റി പറയുകയാണ് സ്ഥലം കട്ടപ്പന നഗരസഭ കണ്ടെത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കട്ടപ്പന നഗരസഭ അങ്ങനെ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കാൻ കഴിയാത്തത്, ബില്ല് മാറാത്തത് തുടങ്ങിയവ റീടെൻഡർ നടപടികൾക്ക് വിടുന്നതിനും കൗൺസിൽ അംഗീകാരം നൽകി. മൂന്നാറിൽ ശുചിമുറി മാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയ ഹോട്ടലും റിസോർട്ടും അടച്ചുപൂട്ടി. 1 ലക്ഷം രൂപ വീതം പിഴ ചുമത്തി മൂന്നാർ GH റോഡിൽ പ്രവർത്തിക്കുന്ന അൽ ബുഹാരി ഹോട്ടൽ, മുകൾ നിലയിൽ പ്രവർത്തിക്കുന്ന തങ്കമിൻ റിസോർട്ട് എന്നിവയാണ് അടച്ചുപൂട്ടിയത്. ശുചിമുറി മാലിന്യമടക്കമാണ് ഹോട്ടലിൽ നിന്ന് പുഴയിലേക്ക് തള്ളിയിരുന്നത്. ഹോട്ടലും ലോഡ്ജുമാണ് പ്രവർത്തിച്ചിരുന്നത്. 2 സ്ഥാപനവും അടച്ചുപൂട്ടി. ഹോട്ടലിൽ നിന്ന് മാലിന്യം പുഴയിലേക്ക് തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഓട്ടോ തൊഴിലാളികൾ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. മെച്ചപ്പെട്ട ശുചിമുറി സംവിധാനം ഇല്ലാത്ത സ്ഥാപനം പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് അധികൃതർ പറഞ്ഞു. മാലിന്യം ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. പുഴയിലേക്ക് പഞ്ചായത്ത് ഫൈൻ ഈടാക്കുന്നതാണ്. മറ്റു നടപടികൾ കുറേ, ബാക്കി ഫയൽസും ഉടനെ ഫൈൻ ഈടാക്കാനുള്ള നടപടി ഇപ്പോൾ ഉടനെ നീങ്ങുന്നു. സ്ഥാപനത്തിന് പിഴയും ചുമത്തിയിട്ടുണ്ട്. പഞ്ചായത്തും ആരോഗ്യവകുപ്പും പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. കട്ടപ്പന പോലീസ് സ്റ്റേഷന് സമീപത്ത് നിൽക്കുന്ന വൻമരം അപകട ഭീഷണി ഉയർത്തുന്നു. മരം മുറിച്ചുമാറ്റാൻ 11 kV ലൈൻ അഴിച്ചുമാറ്റണമെന്ന് കാണിച്ച് KSEBയിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല.
ഇത് കട്ടപ്പന പോലീസ് സ്റ്റേഷന് മുന്നിൽ ടാക്സി സ്റ്റാൻഡിന് സമീപത്തായി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൻ വാഗമരമാണ്. മരത്തിനിടയിൽ കൂടിയാണ് 11 kV ലൈൻ കടന്നു പോകുന്നത്. മരത്തിന്റെ ഒരു വശത്തെ വേരുകൾ റോഡ് നിർമ്മാണത്തിനായി മുറിച്ചു മാറ്റിയിരുന്നു. ശക്തമായ കാറ്റടിച്ചാൽ മരം ഒടിഞ്ഞു വീഴുന്നത് കട്ടപ്പന പോലീസ് സ്റ്റേഷന് മുകളിലേക്കായിരിക്കും. മരം മുറിച്ചു മാറ്റുന്നതിനായി 11 kV ലൈൻ അഴിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് KECB-യിൽ പലതവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത് കട്ടപ്പന പോലീസ് സ്റ്റേഷന്റെ സമീപത്ത് സ്റ്റേറ്റ് ബാങ്കിനോട് ചേർന്ന് കട്ടപ്പനയിലെ ടാക്സി സ്റ്റാൻഡിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നു പോകുന്ന വഴിയോരത്ത് നിൽക്കുന്ന ഒരു മരമാണ്. മരം സംരക്ഷിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മരം സംരക്ഷിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ 100% വേണമെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഈ മരം എന്ന് പറയുന്നത് ഇതിൻ്റെ നടുവിലൂടെയാണ് 11 kV ലൈൻ, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ 11 kV ലൈൻ പോകുന്നത്. ഈ മരത്തിൻ്റെ നടുവിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇത് നടുവിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് മാത്രമല്ല, റോഡ് പണി വന്ന സമയത്ത് ഈ വാഗമരത്തിൻ്റെ ബലത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മരത്തിൻ്റെ റോഡിൻ്റെ സൈഡിലുള്ള ഒരു ഭാഗത്തെ മുഴുവൻ വേരുകളും വെട്ടിമുറിച്ച് ഒരു സൈഡ് പൂർണ്ണമായും മരത്തിൻ്റെ വേരുകളില്ലാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നൊരു നല്ല കാറ്റ് വീശിയാൽ പോലും ഈ മരം ഒടിഞ്ഞ റോഡിലേക്കും അതുവഴി കട്ടപ്പന പോലീസ് സ്റ്റേഷൻ്റെ മുകളിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിനോട് ചേർന്ന് സ്ഥാപനങ്ങൾ നടത്തുന്ന ഒന്ന് ഗവൺമെൻറ് സർവൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിൽഡിങ്ങാണ് തൊട്ട് ചേർന്ന് നിൽക്കുന്നത്. ആ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിനോടിൻ്റെ ഉള്ളിലേക്ക് ഈ വാഗമരത്തിൻ്റെ ചില്ലകൾ വളർന്ന് അവരുടെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുക. ഇവിടെ ഒരു സ്ഥാപനം, ഒരു വണ്ടികളോ ആളുകൾക്ക് പോലും നടന്നു വരാൻ കഴിയാത്ത നിലയിൽ വന്ന് ഇലയിൽ മുട്ടുന്ന മഴയുള്ള സമയത്ത് വന്ന് ഇലയിൽ മുട്ടുന്ന ആളുകൾ മുകളിൽ കാറ്റടിച്ചിട്ട് 11 kV ലൈൻ മുട്ടുകയും ആ സമയത്ത് ആരെങ്കിലും ഈ ഇലയിൽ ഒരു കുടയുമായിട്ട് വന്ന് മുട്ടിയാൽ പോലും ഗുരുതരമായ അപകടാവസ്ഥയിലേക്ക് ആളുകൾ പോലും വന്നുപോയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി അപകടകരമായി നിൽക്കുന്ന ചില്ലകളെങ്കിലും വെട്ടിമാറ്റുന്നതിനുള്ള അനുമതി വേണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തിട്ട് ഏതാണ്ട് 1.5-2 മാസമാകുക. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഓരോ തൊടുന്യായങ്ങൾ പറഞ്ഞ് അതങ്ങനെ നീണ്ടു പോവുക. കെട്ടിട ഉടമകളായ ഗവൺമെൻറ് സർവൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളത്. അവസാനം 11 kV ലൈൻ അഴിച്ചു മാറ്റാതെ ഇത് വെട്ടിമാറ്റാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അഴിച്ചു മാറ്റുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അവർ വീണ്ടും അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് എസ്റ്റിമേറ്റ് എടുത്ത് എത്ര രൂപ അടയ്ക്കാൻ പറയുക, അത് പറഞ്ഞതിന് ശേഷം മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് 3 ആഴ്ച, ഈ വലിയ മഴയുടെ 3 ആഴ്ചക്കാലത്തോളമായി എസ്റ്റിമേറ്റ് പോലും എടുത്തു കൊടുക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ഇതുവരെയും തയ്യാറായിട്ടില്ല. പൈസ അടയ്ക്കാൻ അവർ കോപ്പറേറ്റീവ് സൊസൈറ്റി തയ്യാറാണ്. പക്ഷേ അതിനുള്ള ഒരു നടപടിക്ക് പോലും ഇലക്ട്രിസിറ്റി ബോർഡ് തയ്യാറാകുന്നില്ല എന്നുള്ള അതീവ ഗുരുതരമായ ഒരു സാഹചര്യം നിൽക്കുന്നു. മരത്തിന്റെ ശിഖരം വളർന്ന സമീപത്തെ ഗവൺമെന്റ് സർവൻസ് സൊസൈറ്റി കെട്ടിടത്തിനകത്തേക്ക് കയറിയിരിക്കുന്നു. മഴയത്ത് തുടിഞ്ഞു വരുന്ന ശിഖരങ്ങളിൽ നിന്നും യാത്രക്കാർക്ക് ഷോക്കടിക്കാനും സാധ്യതയുണ്ട്. 100 കണക്കിന് യാത്രക്കാരും വാഹനങ്ങളും കടന്നുപോകുന്ന പാതയോരത്ത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ ജില്ലാ ഭരണകൂടം ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ ജീവന് ഭീഷണി ഉയർത്തി സ്റ്റേഷന് ചുറ്റുമുള്ള വൻമരങ്ങൾ. മഴക്കാലമായതോടെ ബലക്കുറവുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നതാണ് ഭീഷണിയാകുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണതോടെ തലനാരിഴയ്ക്കാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടത്. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കും കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന കാൽനട യാത്രികർക്കും ഭീഷണിയായാണ് പോലീസ് സ്റ്റേഷന് ചുറ്റുമുള്ള വൻമരങ്ങൾ നിൽക്കുന്നത്. പൊതുവെ ബലക്കുറവുള്ള വാഗ ഇനത്തിൽപ്പെട്ട മരങ്ങളായതിനാൽ ശക്തമായ കാറ്റിൽ മരത്തിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത് ഭീഷണിയാണ്. സ്റ്റേഷൻ പരിസരത്തും ദേശീയപാതക്കരികിലുമായി നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകൾക്കിടയിലൂടെ 11 kV അടക്കമുള്ള വൈദ്യുതി ലൈനുകളും കടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും സ്റ്റേഷന് സമീപത്തെ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണതിലൂടെ തലനാരിഴയ്ക്കാണ് ജീവനക്കാർ രക്ഷപ്പെട്ടത്. മരശിഖരം ഒടിഞ്ഞ് വൈദ്യുതി ലൈനിലാണ് പതിച്ചത്. കഴിഞ്ഞ വർഷവും മഴക്കാലത്ത് സമാനമായ രീതിയിൽ പോലീസ് സ്റ്റേഷൻ വളപ്പിലെ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണിരുന്നു. ഇതോടെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ഉയർന്നു വന്നു. ഇത്തരം മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശമുണ്ടായിട്ടും വകുപ്പുകൾ നിസ്സംഗത പാലിക്കുന്നതായാണ് പരാതി. കട്ടപ്പന ഇടുക്കിക്കവലയിൽ വൻമരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. ബാങ്ക് ജപ്തിയെ തുടർന്ന് അനാഥമായി കിടക്കുന്ന സ്ഥലത്ത് നിലകൊള്ളുന്ന മരങ്ങളും മൺതിട്ടയുമാണ്
കാൽനട യാത്രികർക്കും വാഹനയാത്രികർക്കും ഭീഷണിയാവുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ബാങ്കിന്റെ ജപ്തി നടപടി നേരിട്ടതോടെ അനാഥമായ പുരയിടമാണിത്. മുൻപ് റോഡ് നിരപ്പിൽ നിന്നും കൽക്കെട്ടുണ്ടായിരുന്നെങ്കിലും കാലക്രമേണ ഇവയെല്ലാം ഇടിഞ്ഞു വീണു. ഇതോടെ ഇവിടം മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന സ്ഥലമായി. കൂടാതെ അവശേഷിക്കുന്ന കൽക്കെട്ട് ഏത് നിമിഷവും റോഡിലേക്ക് ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാണ്. ഒപ്പം ഇവിടെ നിൽക്കുന്ന വൻമരങ്ങൾ കടപുഴകി വീണാൽ 11 kV ലൈനുകളിൽ പതിക്കുകയും വലിയൊരു അപകടത്തിന് കാരണമാവുകയും ചെയ്യുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ കേരള ബാങ്ക് ജപ്തി ചെയ്തിട്ടിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ കടയുടെ ഓപ്പോസിറ്റ്. അതിനോട് ചേർന്ന് ആ പറമ്പിൽ തന്നെ 2 പ്ലാവും ഒരു മാവുമായിട്ട് അപകടാവസ്ഥ നിൽക്കുവാണ്. അതെപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ 11 kVയുടെ മുകളിൽ വീഴും. തൊട്ടടുത്ത് പെട്രോൾ പമ്പ്, വലിയൊരു അപകടം ഇതുണ്ട്. പ്ലാവ് ശാലം ചാഞ്ഞിട്ടുണ്ട്. വല്ലാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോഴത്തെ അതിൻ്റെ നിൽപ്പ്. നിരവധി സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാർ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. സമീപത്ത് തന്നെ സ്വകാര്യ പെട്രോൾ പമ്പും പ്രവർത്തിക്കുന്നു. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ആശങ്കയിലാണ് ആളുകൾ ഇതുവഴി യാത്ര ചെയ്യുന്നത്. അടിയന്തരമായി നഗരസഭയോ മറ്റ് ബന്ധപ്പെട്ട അധികൃതരോ ഇടപെട്ട് അപകട ഭീഷണി ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. മൂന്നാറിൽ പ്രവർത്തിക്കുന്ന പച്ചക്കറി മാർക്കറ്റ് ഇനി മുതൽ ആഴ്ചയിൽ എല്ലാ ദിവസവും തുറക്കാൻ തീരുമാനം. 1 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള കീഴ്വഴക്കത്തിനാണ് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. നിലവിൽ ബുധനാഴ്ച ദിവസങ്ങളിൽ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിച്ചിരുന്നില്ല. 1 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പതിവ് മാറി മൂന്നാർ പച്ചക്കറി മാർക്കറ്റ് ഇനി മുതൽ ആഴ്ചയിലെ എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കും. ഇംഗ്ലീഷുകാരുടെ കാലത്ത് ആരംഭിച്ച മാർക്കറ്റ് ബുധനാഴ്ചകളിൽ അടച്ചിടുന്ന പതിവാണ് നിലവിലുള്ളത്. ഈ പതിവിനാണ് മാറ്റം വരുന്നത്. അവധി ദിവസമായ ഞായറാഴ്ച തൊഴിലാളികൾക്ക് മൂന്നാർ ടൗണിലെത്തി സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യാർത്ഥമാണ് ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കുകയും പകരം ബുധനാഴ്ചകളിൽ മാർക്കറ്റ് അടച്ചിടുകയും ചെയ്തിരുന്നത്. அதாவது இந்த வாரத்திலிருந்து புதன்கிழமை எல்லா புதன்கிழமையும் மார்க்கெட் திறந்து செயல்படும். இதனால டிராஃபிக் குறையுது. அது இல்லாமல் பொதுஜனங்களுக்கு வேண்டப்பட்ட ரீதியில் காய்கறி கிடைக்கும். அது இல்லாமல் வெளியிலேருந்து வர சுற்றுலா பயணிகள் இவங்களுக்கு வந்து போகிறதுக்கு சௌகரியமாக இருக்குது. சாதனம் வாங்குறதுக்கு சௌகரியமாக இருக்குது. அதனால இந்த வாரத்திலிருந்து புதன்கிழமையிலிருந்து மாർക്കറ്റ് திறந்து செயல்படும். എല്ലാ നാட்കളും செயல்படும். KDHP കമ്പനിക്കാണ് നിലവിൽ മാർക്കറ്റിന്റെ നടത്തിപ്പ് ചുമതല. കാലങ്ങളായി കമ്പനിയുടെ മേൽനോട്ടത്തിലാണ് മാർക്കറ്റ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത്. മാർക്കറ്റ് ബുധനാഴ്ചകളിൽ അടച്ചിടുന്നത് നാട്ടുകാർക്കും സഞ്ചാരികൾക്കും ബുദ്ധിമുട്ടായതോടെയാണ് മാർക്കറ്റ് എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കണമെന്ന ആവശ്യം ഉയർന്നത്. നാട്ടുകാരുടെയും വ്യാപാരികളുടെയും നിരന്തരമുള്ള ആവശ്യം പരിഗണിച്ചും മാർക്കറ്റ് ബുധനാഴ്ചകളിൽ അടച്ചിടുന്നതോടെ മാർക്കറ്റിന് പുറത്ത് വ്യാപാരികൾ കച്ചവടം നടത്തുന്നത് ഗതാഗത കുരുക്കിന് ഇടയാക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്തുമാണ് ഇപ്പോഴത്തെ തീരുമാനം. അയ്യപ്പൻകോവിൽ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കൃഷിസഭയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അയ്യപ്പൻകോവിൽ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചത്. വിവിധ ഇനത്തിൽപ്പെട്ട 5ഓളം പച്ചക്കറി തൈകൾ കർഷകർക്ക് വിതരണം ചെയ്യുകയും കർഷകരിൽ നിന്നും വിവിധ ഇനം വിളകളുടെ വിത്തുകൾ ശേഖരിക്കുകയും കാർഷിക മേഖലയ്ക്ക് മികച്ച പ്രോത്സാഹനം നൽകുകയും ചെയ്യുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഞാറ്റുവേല ചന്ത, തിരുവാതിര ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ തിരിമുറിയാതെ മഴ പെയ്യുക. കാരണം ഈ പഴമക്കാർ പറയുന്നത് ഇപ്പോൾ നമ്മുടെ വിരൽ മുറിച്ച് നട്ടാലും കിളിർക്കുമെന്നാണ് പഴമക്കാർ പറയുന്നത്. അതിൽ നിന്നൊക്കെ ഇപ്പം വ്യത്യസ്തമായ കാര്യങ്ങൾ പോകുന്നു. കാരണം കാലവർഷത്തിൻ്റെ ഒക്കെ ആയ ഒരു കാര്യങ്ങൾ എങ്കിൽ പോലും ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവാതിര ഞാറ്റുവേലയാണ് നമ്മൾ നടത്തപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ കൃഷിഭവൻ്റെയും കാർഷിക ക്ഷേമ വികസന വകുപ്പിൻ്റെയും ഭാഗമായിട്ട് ഇന്നിവിടെ ഞാറ്റുവേല ചന്ത നടത്തപ്പെടുകയാണ്. പരിപാടിയിൽ അയ്യപ്പൻകോവിൽ കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവേൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ വെട്ടിക്കാലായിൽ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ലൈബ്രറി സെക്രട്ടറിമാർക്കും ലൈബ്രറിയന്മാർക്കുമുള്ള സോഫ്റ്റ്വെയർ പരിശീലനം കട്ടപ്പനയിൽ നടന്നു. ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TS ബേബി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന പാറക്കടവ് പഴയ ബ്ലോക്ക് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സോഫ്റ്റ്വെയർ പരിശീലനം സംഘടിപ്പിച്ചത്. ഇടുക്കി താലൂക്കിലെയും സമീപ താലൂക്കുകളിലെയും ഗ്രന്ഥശാലകളിലെ 160 സെക്രട്ടറിമാരും ലൈബ്രറിയന്മാരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TS ബേബി ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. തന്നെയുമല്ല, ഇത് ഒരിക്കൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോ ഒക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വളരെ എളുപ്പമാണ്. ഇത് മനസ്സിലാക്കുന്നതിനും വലിയ ബുദ്ധിമുട്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. പിന്നെ തന്നെയല്ല, ഇത് മുഴുവൻ ചെയ്തത് നമ്മുടെ ഫോണിൽ. അപ്പോൾ ഈ മൊബൈൽ ഫോണിൽ ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ സൗകര്യപ്രദമാണ്. അതുകൊണ്ട് എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉണ്ടെന്ന് വരുന്ന ആൻഡ്രോയിഡ് ഫോൺ എല്ലാവരുടെയും കയ്യിലുണ്ടെങ്കിലും അത് വളരെ സൗകര്യപ്രദമായി അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും.
ആദ്യ ദിനം നടന്ന ലൈബ്രറി സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി സിബി പാറപ്പായി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ ടോമി കുത്രപ്പള്ളി, സണ്ണി PA, ജോമറ്റ് ജോയി തുടങ്ങിയവർ സംസാരിച്ചു. 2018 പ്രളയത്തിൽ തകർന്ന അടിമാലി 12ാം മൈലിലെ പാലത്തിന്റെ പുനർനിർമ്മാണം അനന്തമായി നീളുന്നു. പാലത്തിന്റെ തകർന്ന ഭാഗത്ത് താൽക്കാലിക തടിപ്പാലം ഒരുക്കിയാണ് നാട്ടുകാർ സഞ്ചാരം സാധ്യമാക്കിയിട്ടുള്ളത്. ഇനിയെങ്കിലും ബന്ധപ്പെട്ടവർ ഇടപെടൽ നടത്തി പാലം പുനർനിർമ്മിച്ച് പ്രദേശവാസികളുടെ യാത്ര സുഗമമാക്കണമെന്ന ആവശ്യമാണ് വീണ്ടും ഉയരുന്നത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 12ാം മൈലിനെയും മെഴുകുംചാലിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് ദേവിയാർ പുഴയ്ക്കു കുറുകെ നിർമ്മിച്ചിരുന്ന പാലത്തിന്റെ മധ്യഭാഗം 2018 പ്രളയത്തിലായിരുന്നു ഒഴുകിപ്പോയത്. മെഴുകുംചാൽ മേഖലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലേക്ക് എത്തിയിരുന്നത് തകർന്ന ഈ പാലത്തിലൂടെയായിരുന്നു. തകർന്ന പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കണമെന്ന നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പാലത്തിന്റെ പുനർനിർമ്മാണം അനന്തമായി നീളുകയാണ്. ഇനിയെങ്കിലും പാലത്തിന്റെ പുനർനിർമ്മാണം സാധ്യമാക്കണമെന്ന ആവശ്യം ഈ പാലത്തെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നവർ വീണ്ടും മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഞാൻ കാണുന്നോട്ട് ഇങ്ങനെ നടക്കണേ പാലം, നാട്ടുകാരും കൂടി ഇങ്ങനെ പാലം ഇതുപോലെ ഇങ്ങനെ ഇരിക്കണേ. മഴയായി കഴിഞ്ഞാൽ വല്ല ഒഴുക്കും കഴിഞ്ഞാക്കുമ്പോഴത്തേനും കുട്ടികൾക്കായാലും സ്കൂളിൽ പോകാനും വലിയ പാടാണ്. ഇതിന് പിന്നെ ഉറങ്ങി പോകേണ്ടി വരും. നമ്മൾ ഇവിടുന്ന് കുറച്ചും കയറിയാൽ മതി. ഒഴുകിപ്പോയ പാലത്തിന്റെ മധ്യഭാഗത്ത് നാട്ടുകാർ ചേർന്ന മുള കൊണ്ട് താൽക്കാലിക യാത്രാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഉറപ്പൊന്നുമില്ലാത്ത ഈ താൽക്കാലിക സംവിധാനത്തിന് മുകളിലൂടെയാണ് പ്രായമായവരുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെയുമെല്ലാം ഇപ്പോഴത്തെ യാത്ര. കൈവരി പോലുമില്ലാത്ത ഈ പാലത്തിൽ നിന്ന് കാലൊന്നു വഴുതിയാൽ അത് വലിയ അപകടത്തിന് വഴിയൊരുക്കും. പാലം തകർന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചിട്ടും വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകാത്തത് പ്രദേശവാസികൾക്കിടയിൽ വലിയ അമർഷത്തിന് ഇടവരുത്തിയിട്ടുണ്ട്. അയ്യപ്പൻകോവിൽ തോണിത്തടിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ചെളിയും വെള്ളവും നിറഞ്ഞിരിക്കുന്നത് ബസ് കാത്തിരിക്കുന്ന പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് മണ്ണിട്ട് ഉയർത്തിയതോടെയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ചെളിയും മണ്ണും നിറഞ്ഞത്. മേരികുളത്തിനും പരപ്പിനുമിടയിൽ തോണിത്തടിയിലാണ് വർഷങ്ങളായി പൊതുജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ചെളിയും മണ്ണും കയറിയത്. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ റോഡ് മണ്ണിട്ട് ഉയർത്തിയിരുന്നു. കനത്ത മഴയിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ചെളിയും മണ്ണും കയറിയത്. ഇത് ഇവിടെ എത്തുന്ന പൊതുജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഈ മലയോര ഹൈവേയുടെ വികസനം വന്ന് റോഡ് ഏകദേശം ഭംഗിയായി. പക്ഷേ ഇവിടെ നിന്ന് യാത്ര ചെയ്യാനുള്ള വെയിറ്റിംഗ് ഷെഡ് പഞ്ചായത്തിനും ആവശ്യമില്ല, ആർക്കും വേണ്ട. ചെളി കയറി നിറഞ്ഞ് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് കയറി നിൽക്കാനോ ഇതൊന്നും പറ്റുന്നില്ല. ആളുകൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ തെന്നി വീഴുന്നുണ്ട്. ഇങ്ങനെയുള്ള അന്തരീക്ഷമാണ്. ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഹൈവേ പണിയുന്നു. പക്ഷേ യാത്രക്കാർക്ക് സ്വതന്ത്രമായി ഇരുന്ന് യാത്ര ചെയ്യാനുള്ള സംവിധാനം വെയിറ്റിംഗ് ഷെഡ് ഉപയോഗിച്ചതിൻ്റെതായിട്ട് പോകും. ജൽജീവൻ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി വെയിറ്റിംഗ് ഷെഡിന്റെ അടുത്ത് വരെ കുഴിയെടുത്ത് പോവുകയും ബാക്കി ഭാഗം പൈപ്പുകൾ സ്ഥാപിക്കാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. JCI ഇരട്ടയാർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ സെന്റ് തോമസ് ഹൈസ്കൂളിൽ ബാഗും കുടയും അടങ്ങിയ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഇരട്ടയാർ ചാപ്റ്റർ പ്രസിഡന്റ് കിരൺ ജോർജ് തോമസ് ഉദ്ഘാടനം ചെയ്തു. JCIയുടെ ബാക്ക് ടു സ്കൂൾ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. JCIയുടെ ആഭിമുഖ്യത്തിൽ ഇരട്ടയാർ സ്കൂളിൽ പഠിക്കുന്ന അർഹരായ 10 കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പിനുള്ള അവസരമുണ്ടാകും. JCI ഇരട്ടയാർ ചാപ്റ്റർ പ്രസിഡന്റ് കിരൺ ജോർജ് തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിർധരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ നമ്മൾ JCI മുഖേന വിതരണം ചെയ്യുക എന്നാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജോർജ് കുട്ടി സാറിനെ വിളിക്കുകയും ഈ സ്കൂളിൽ ഇങ്ങനെ കുട്ടികളുണ്ടോ, അതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എത്ര മതിയാകുമല്ല, അതിനനുസരിച്ചുള്ള കുട്ടികൾ ഒരുപാട് കുട്ടികൾ ഇത് ആവശ്യമുള്ള കുട്ടികളുണ്ടെന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെക്കൊണ്ട് എല്ലാവരെയും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ പറ്റുന്ന രീതിയിൽ കുറച്ച് ബാഗും കുടകൾ പഠനോപകരണം നമ്മൾ ഇന്നിവിടെ വിതരണം ചെയ്യുകയാണ്. ഇത് മാത്രമല്ല JCI ഇന്ത്യയുടെ ഒരു സ്കോളർഷിപ്പ് പദ്ധതി നമ്മൾ ഈ വരും ദിവസങ്ങളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയാണ്. അധ്യാപികയായ റാണി ജോർജ് ബാഗുകളും കുടകളും ഏറ്റുവാങ്ങി. ചടങ്ങിൽ സെക്രട്ടറി സുധീഷ് പാലക്കുഴ, ജോർജ് KC, ജിഷ് ജോൺ, ക്ലിൻറ്റു ചെറിയാൻ, ജോസി ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ ചേമ്പളം കമ്പനിപ്പടി റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം. നാളുകളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ പ്രതിഷേധവും ശക്തമാണ്. കിഴക്കേ മാട്ടുക്കട്ടയിൽ നിന്നും കമ്പനിപ്പടി വഴി ചേമ്പളം പോകുന്ന റോഡാണ് നാളുകളായി അവഗണനയുടെ വക്കിലുള്ളത്. റോഡിന്റെ 1 കിലോമീറ്ററോളം ഭാഗമാണ് പൊട്ടിപ്പൊളിഞ്ഞ ടാറിങ്ങിളകി വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ യാതൊരു വിധത്തിലുള്ള അറ്റകുറ്റപ്പണികളും നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. നിലവിൽ ഈ റോഡെന്ന് പറയുന്നത് മാട്ടുക്കട്ട ചേമ്പളം പ്രധാന വഴിയാണിത്. 15 വർഷത്തോളമായി ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്.
ഒരു റോഡാണോ പറമ്പാണോ എന്ന് പോലും അറിയാൻ മേലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പം ഈ റോഡ്. ഞങ്ങൾ നിരവധി തവണ പഞ്ചായത്തിൽ ഈ പ്രദേശത്തുള്ള ആൾക്കാർ പഞ്ചായത്തിൽ കൊണ്ട് അപേക്ഷ കൊടുക്കുകയും ആ പഞ്ചായത്ത് മെമ്പറോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും ആവശ്യപ്പെട്ടുള്ളതാണ് ഈ വഴി എത്രയും പെട്ടെന്ന് നന്നാക്കി തരണമെന്ന് പറഞ്ഞു. നൂറുകണക്കിന് സ്കൂൾ കുട്ടികളും സ്കൂൾ വാഹനങ്ങളും സഞ്ചാര യോഗ്യമായ വഴിക്ക് വേണ്ടി ഒരുപാട് പ്രാവശ്യം പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ നൂറുകണക്കിന് ആൾക്കാർ സഞ്ചാരിക്കുന്ന ഒരു വഴിയാണ്. എത്രയും പെട്ടെന്ന് ഈ റോഡ് സഞ്ചാര യോഗ്യതയാക്കി തരണമെന്നാണ് നാട്ടിലുള്ള എല്ലാവരുടെയും അഭിപ്രായം. അതുതന്നെയാണ് ചെയ്തു തരേണ്ടത്. ചേമ്പളം മുതൽ വരിക്കാനിക്കൽ പടി വരെ റീടാറിങ്ങും കോൺക്രീറ്റും ഉൾപ്പെടെ ചെയ്തെങ്കിലും ബാക്കി നിൽക്കുന്ന 1 കിലോമീറ്ററോളം ഭാഗത്താണ് യാത്രാക്ലേശം രൂക്ഷമായിരിക്കുന്നത്. റോഡിന്റെ ശോച്യാവസ്ഥയിൽ ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങൾ അത്യാവശ്യ ഘട്ടത്തിന് വിളിച്ചാൽ പോലും ഇതുവഴി വരാൻ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. നൂറുകണക്കിന് കാൽനട യാത്രക്കാരും നിരവധി സ്കൂൾ വാഹനങ്ങളും ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷത്തോളം രൂപ റോഡിന്റെ നവീകരണത്തിനായി അനുവദിച്ചിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈമോൾ രാജൻ അറിയിച്ചു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം നടന്നു. പഞ്ചായത്തിൽ വിവിധ തരത്തിൽ ശാരീരിക അവശത അനുഭവിക്കുന്ന 23 പേർക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2023-24 സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം രൂപ നീക്കിവെച്ചാണ് ഭിന്നശേഷിക്കാർക്കുള്ള സഹായ പദ്ധതി കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയത്. പദ്ധതിയുടെ ഭാഗമായി വിവിധ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന 23 പേർക്കാണ് ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. സാമൂഹ്യക്ഷേമ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ ഭാഗമായി ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും മികച്ചതായി ഗ്രാമപഞ്ചായത്ത് കാണുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ളവർക്കായി നൽകുന്ന ഈ സഹായ വിതരണ പരിപാടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസിൽ തന്നെ നടത്താം എന്ന് വിചാരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതൊരു വലിയ അമൂല്യമായ നിമിഷമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് കണക്കാക്കുന്നത്. നമ്മൾ ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും മോശം സമയത്തായിരുന്നു, കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിച്ച സമയത്താണ് ഈ ഭരണസമിതി അധികാരത്തിൽ ഏൽക്കുന്നത്. കുറേയധികം ആളുകൾ മരണപ്പെട്ടു, ഒരുപാട് ആളുകൾക്ക് സഹായം നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടി വന്നു. PPE കിറ്റുകളും അതുപോലെ ഒരു തമ്മിൽ കാണുവാനും സംസാരിക്കുവാനും സൗഹൃദങ്ങളിലും മറ്റു ബന്ധങ്ങളും ഒന്നും പുലർത്താതിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുന്ന പദ്ധതികളെല്ലാം തന്നെ ഉപജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ കൈപിടിച്ചു ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു താല്പര്യത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ തീരുമാനത്തിന്റെ പുറത്താണ് ഈ ഭരണസമിതി മുന്നോട്ട് വന്നത്. ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചൻ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമംഗല വിജയൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അച്ചാമ ജോയി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി M ശ്രീകുമാർ, മറ്റംഗങ്ങളായ TK കൃഷ്ണൻകുട്ടി, റാണി പോൾസൺ, മിനി സജീവൻ, ICDS സൂപ്പർവൈസർ ഖദീജ KM ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. SNDP യോഗം മലനാട് യൂത്ത് മൂവ്മെന്റിന്റെയും കാർക്കിനോസ് ഹെൽത്ത് കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അയ്യപ്പൻകോവിൽ തോണിത്തടിയിൽ ക്യാൻസർ സാധ്യതാ പരിശോധന ക്യാമ്പ് നടന്നു. യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രോഗത്തെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ അർബുദമെന്നത് തുടച്ചു നീക്കാൻ കഴിയും. ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് SNDP മലനാട് യൂത്ത് മൂവ്മെന്റിന്റെയും കാർക്കിനോസ് ഹെൽത്ത് കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്യാൻസർ സാധ്യതാ പരിശോധനാ ക്യാമ്പ് തോണിത്തടി SNDP ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചത്. മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ ക്യാൻസർ സാധ്യതാ പഠന ക്യാമ്പ് ആരംഭിച്ച 2ാമത്തെ ക്യാമ്പാണിത്. ഈ 4 ക്യാമ്പുകൾ ഈ മാസം തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 27-ാം തീയതി, 14-ാം തീയതി, 19-ാം തീയതി ആയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിതൊരു SNDP ഒരു സാമൂഹിക സംഘടന എന്നുള്ള നിലയ്ക്ക് ഇത് നമ്മുടെ കടമയായിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഈ ക്യാമ്പുകളെല്ലാം സംഘടിപ്പിക്കുന്നത്. ഇത് പൈസ പോലും ആരോടും വാങ്ങാതെ ആണ് ഈ ക്യാമ്പുകളെല്ലാം നേതൃത്വ ക്യാമ്പിന് 30 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾക്കാണ് ക്യാമ്പിന്റെ സേവനം ലഭ്യമാക്കിയത്. അർബുദ രോഗം വരാതിരിക്കുവാനും വന്നുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കണ്ടെത്തി എന്തൊക്കെ ചികിത്സ ഉറപ്പാക്കണം എന്നതിനെപ്പറ്റിയും തൊടുപുഴ ചാഴിക്കാട്ട് ഹോസ്പിറ്റൽ ക്യാൻസർ സ്ക്രീനിംഗ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആൻസിയ AL ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സാധാരണ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ പരിശോധന ചെയ്യുന്നു, അത് ആ അസുഖം കണ്ടെത്തി നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ക്യാൻസർ രോഗത്തിനാണെങ്കിൽ പ്രകടമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സ്റ്റേജിൽ 4 വൈകി പോകുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ചികിത്സിക്കാനാണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു ക്യാൻസറിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതിൽ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം, സാധ്യതാ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഏറ്റവും പ്രധാനം തന്നെയാണ് ഇതിന്റെ ചികിത്സാ രീതികളെ പറ്റി ചെറുതായിട്ടാണെങ്കിൽ ലഘുവായിട്ടാണെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കാം.
ശാഖായോഗം പ്രസിഡന്റ് അനീഷ് കുമ്പളമണ്ണിൽ, സെക്രട്ടറി വിനോദ് വരയാത്ത, സുരേഷ് പടന്നമാക്കൽ, യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി ജിജീഷ് എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പാടത്തേക്കിറങ്ങി നെൽകൃഷിയിൽ മാതൃക കാണിക്കുകയാണ് ഒരുപറ്റം കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ. വണ്ടൻമേട് കൃഷിഭവനിലെ 4 ജീവനക്കാരാണ് അണക്കര പാടത്ത് പാട്ടത്തിനെടുത്ത 1 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ആരംഭിച്ചത്. കുടിയേറ്റ കാലം മുതൽ നെൽകൃഷിയുടെ ഈറ്റില്ലമായിരുന്ന അണക്കര പാടത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൃഷി നാമമാത്രമായി മാറിയിരുന്നു. കൃഷിയിലെ സാമ്പത്തിക നഷ്ടം ചൂണ്ടിക്കാട്ടിയാണ് കർഷകർ പാടത്തു നിന്നും അകന്നു നിന്നത്. ഈ സാഹചര്യത്തിൽ നെൽകൃഷിയിലെ നഷ്ടസാധ്യതകൾ നേരിൽ മനസ്സിലാക്കുന്നതിനും പുതിയ തലമുറയടക്കമുള്ള കർഷകരെ നെൽകൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് വണ്ടൻമേട് കൃഷിഭവനിലെ 4 ഉദ്യോഗസ്ഥർ ചേർന്ന 1 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ആരംഭിച്ചത്. സ്വകാര്യ വ്യക്തിയിൽ നിന്നും പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് നെൽകൃഷി. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി നടിയിൽ ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവൻ ജീവനക്കാരായ ബിബിൻ കെ ജോൺ, ബിനു ശങ്കർ, അനികുമാർ, കാഞ്ചിയാർ കൃഷിഭവനിലെ മനോജ് അഗസ്റ്റിൻ എന്നിവർ ചേർന്നാണ് കൃഷി നടത്തുന്നത്. കൃഷിഭവനിൽ ജോലി ചെയ്ത കാലം മുതൽ ഇവിടെ ധാരാളം സ്ഥലങ്ങൾ തരിശായിട്ട് കിടക്കുമ്പോൾ ഈ കൃഷി സ്ഥലങ്ങളൊക്കെ കൃഷി ചെയ്താൽ കൃഷിക്കാരോട് ചോദിക്കുമ്പോൾ നഷ്ടമാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളെ ഓഫീസിലിരുന്നുകൊണ്ട് പേപ്പറിൽ കണക്ക് കൂട്ടി നോക്കുമ്പോൾ വലിയ നഷ്ടമൊന്നും വരുന്നതായിട്ട് ബോധ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്ന് പരീക്ഷിച്ചറിയുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. അതോടൊപ്പം നമ്മളെ കൃഷി ചെയ്ത നെല്ല് നമ്മുടെ വീട്ടിൽ കഞ്ഞി വെച്ച് ചോറ് ആക്കി നമ്മൾ കഴിക്കുന്നതിൻ്റെ അകത്തുള്ള ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് നിലവിലെ നെൽകൃഷി നഷ്ടമാണെന്ന് ആൾക്കാർ പറയുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. അതോടൊപ്പം വന്യമൃഗശല്യം ഒരു വലിയ പ്രശ്നമാണ്. കാട്ടുപന്നി വന്നിട്ട് പന്നി കൃഷി നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് സർക്കാർ നിലവിലെ ക്രോപ്പ് ഇൻഷുറൻസ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കർഷകരിലേക്ക് വേണ്ട വിധം എത്തുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തുന്നില്ല. നമ്മൾ അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും ഈ മേഖലയിലെ സാധ്യതകളെക്കുറിച്ച് കൃഷിക്കാരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ കൂടിയാണ് ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥരായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. വണ്ടൻമേട് കൃഷിഭവനിലെ ഞാൻ ഉൾപ്പെടെയുള്ള 4 സ്റ്റാഫാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ 1 ഏക്കർ സ്ഥലത്ത് നടത്തുകയും ഇതിനുശേഷം കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റംസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 177, വിൽപ്പനയ്ക്ക് വന്നത് 44,194, വിൽപ്പന നടന്നത് 38,312. കൂടിയ വില 2,403, ശരാശരി വില 2,130. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 690 രൂപ, ഏലം കൂടിയ വില 2,100, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പു 975, കൊക്കോ 130, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,625 രൂപ, വെള്ളി 94. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമളിയിൽ നടക്കുന്ന AIYF സംസ്ഥാന ശില്പശാലയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലും ഉണ്ടായ ഏകാധിപത്യ നീക്കങ്ങൾ ജനങ്ങളിൽ ഇടതുവിരുദ്ധ വികാരം വളർത്തിയെന്നും റിപ്പോർട്ട്. മൂന്നാറിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് 1 മരണം. മരിച്ചത് ജീപ്പ് ഡ്രൈവർ മുനിയാണ്ടി. 6 പേർക്ക് പരിക്കേറ്റതിൽ ഒരാളുടെ നില ഗുരുതരം.
ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന ബാങ്കുകൾക്കെതിരെ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി. സമരത്തിന്റെ ആദ്യഘട്ടമായി ജില്ലയിലെ ലീഡ് ബാങ്കായ SBIയുടെ തൊടുപുഴ ശാഖയ്ക്ക് മുന്നിൽ ജൂലൈ 6-ന് ധർണ സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. താലൂക്ക് സപ്ലൈ ഓഫീസ് അധികൃതരുടെ കെടുകാര്യസ്ഥതയിൽ റേഷനടക്കം മുടങ്ങുകയും 5000 രൂപയിലധികം പിഴയും ലഭിച്ചതോടെ പ്രതിസന്ധിയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബം. നിലവിൽ റേഷൻ പോലും വാങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് മുരിക്കാശ്ശേരി പടമുഖം സ്വദേശിയായ കളരിക്കൽ കുഞ്ഞുമോൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.